വീണ്ടും ട്രിപ്പ് ടൈം എത്തി. മൂന്നാറിലോട്ടാണ് യാത്ര. വീട്ടിൽ നിന്ന് 6 മണിക്ക് ഇറങ്ങി. ഇപ്പോൾ സമയം 10:55. വിജനമായ വഴി, ചില വഴികൾ കൂരാക്കുരുട്ടാണ്. അങ്ങനെ നമ്മുടെ പ്രൈവറ്റ് റിസോർട്ട് എത്തി. ലഗേജ് ഇറക്കൽ ഒരു പണി തന്നെയാണ് കേട്ടോ. സമയം 12 മണി രാത്രി. ഇവിടെ ഒരാളെ നോക്ക്, നട്ടഭ്രാന്ത് കേട്ടിട്ടുണ്ട്. നട്ടഭ്രാന്ത് അതാണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇതൊക്കെ എന്ത്. അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പൂളിലോട്ടാണ് കേട്ടോ ഇറങ്ങിയത്. ഇങ്ങനെയുള്ള ട്രിപ്പ് പോക്കിൽ ഉപകാരം ഉണ്ടായത് രച്ചുവിനാണ്. പൂളിൽ ഇറങ്ങി നീന്തൽ പഠിച്ചു. പിന്നെ അഹങ്കാരം കൂടിയെന്ന് പറയാം. പ്രൈവറ്റ് റിസോർട്ട് ആയതുകൊണ്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ നല്ല വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൂന്നാറിനോട് വിട പറഞ്ഞ് വാഗമണിലെ റിസോർട്ടിലെത്തി. എത്തിയപ്പോൾ തന്നെ അമ്പെയ്ത്ത് തുടങ്ങി. ചെസ് കളിക്കറിയുമെന്നാണ് രണ്ടുപേരുടെയും ഭാവം. പിന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് റൂമിൽ പോയി ഒരു സിനിമയും കണ്ടു കിടന്നു. റിസോർട്ടിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ പൂളുള്ളത്. അമ്പെയ്ത്താണ് എല്ലാവർക്കും ഇഷ്ടമായത്. റിസോർട്ടിൽ നിന്ന് 40 മിനിറ്റ് പോയ പാരാഗ്ലൈഡിംഗ് ഉണ്ട് കേട്ടോ. എല്ലാവരും പറക്കാൻ റെഡി ആയിരിക്കുകയാണ്. കൂട്ടത്തിലെ ഏറ്റവും പേടി എനിക്കും രച്ചുവിനാണ് കേട്ടോ. പക്ഷെ കേറി പറന്നു കഴിഞ്ഞാൽ പേടിയൊക്കെ മാറും. പിന്നെ നമ്മൾ ആസ്വദിക്കും. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സെറ്റ് ആയത്. ഞങ്ങള് കുറെ ദൂരം ഇങ്ങനെ കൊണ്ടുപോയിണ്ടാവും. എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം, ഉറപ്പാണ്. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞപ്പോൾ നല്ല മഴ കിട്ടിട്ടോ. ഞങ്ങൾ പോയ സമയത്ത് തണുപ്പ് കുറവായിരുന്നു. പൂളിലെ നീരാട്ടൊക്കെ കഴിഞ്ഞ് ഞം ഞം കഴിക്കാൻ പോവാണ്. ഞം ഞം. ഗൈസ്, കഴിക്കാൻ പോയ നേരത്തെ തട്ടുമുകളിലെ ജനാല അടയ്ക്കൊന്നും മറന്നു. പിന്നെ എന്തോ ഓടുന്ന സൗണ്ടാ കേൾക്കുന്നത്. ധൈര്യശാലിയായ രച്ചു കയറി ഒന്നുമില്ലാന്ന് ഉറപ്പുവരുത്തിട്ടോ. പുരുഷ കേസരികൾ കയറി നോക്കിയത് പിന്നെയാ. അത്രയ്ക്കുണ്ട് ധൈര്യം. അടുത്ത ദിവസം ഞങ്ങൾ ഇറങ്ങായിട്ടോ. 2 ദിവസം പെട്ടെന്ന് തന്നെ പോയി. പോണ വഴിക്ക് തേയിലത്തോട്ടവും കണ്ട് വഴിവക്കിലെ കടയിൽ നിന്ന് കാപ്പിയും ചൂട് നൂഡിൽസും കഴിച്ചിട്ടാണ് കേട്ടോ തിരിച്ചത്.